Forklift യൂസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർക്ലിഫ്റ്റിനെ പറ്റിയാണ്. ഫോർക്ലിഫ്റ്റിന്റെ പാർട്സും കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോസിന്റെ പുതിയ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് ഫോർക്ലിഫ്റ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് ഫോർക്ലിഫ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മള് JCB, ഹിറ്റാച്ചി, അതേപോലെ ക്രെയിൻ ഒക്കെ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഒരു ലോഡിനെ എടുത്ത് വേറെ സ്ഥലത്തോട്ട് പ്ലേസ് ചെയ്യുക, ഇല്ലേ? ഇല്ലെങ്കിൽ ഡംപ് ചെയ്യുക. ഇതാണ് JCB, ഹിറ്റാച്ചി, ക്രെയിനും ഒക്കെ ചെയ്യുന്നത്. അതേ പ്രവർത്തനം തന്നെയാണ് നമ്മുടെ ഫോർക്ലിഫ്റ്റും ചെയ്യുന്നത്. നമ്മുടെ ലോഡ് പിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെയർ ഹൗസില്, അതേപോലെ ഗ്യാരേജുകളില്, അതേപോലെ ഓരോ കമ്പനികളില് എല്ലാം നമ്മൾ ഈ ഫോർക്ലിഫ്റ്റ് കാണും. പരിസ്ഥിതി ഫോർക്ലിഫ്റ്റ് അവിടെ ഈ ലോഡ് ട്രാൻസ്പോർട്ടേഷനൊക്കെ മെയിൻ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇന്നത്തെ മാർക്കറ്റിൽ നിരവധി തരത്തിലുള്ള ഫോർക്ലിഫ്റ്റ് ഉണ്ട്, പല ടൈപ്പിലുള്ള ഫോർക്ലിഫ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഫോർക്ലിഫ്റ്റ് നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് സൈറ്റിനനുസരിച്ചും കൂടാതെ നമുക്ക് എത്രമാത്രം ലോഡ് എടുക്കണോ അതിനനുസരിച്ചുമായിരിക്കും നമ്മൾ ഫോർക്ലിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോ ഈ കാണുന്ന നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫോർക്ലിഫ്റ്റ് വെയർ ഹൗസില്, അതേപോലെ തന്നെ ചെറിയ കമ്പനികളിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫോർക്ലിഫ്റ്റ് ആണ്. സോ ഇതിനൊരു ലിമിറ്റഡ് വെയിറ്റ് കപ്പാസിറ്റിയും കാര്യമൊക്കെ ഉണ്ട്. ഇതനുസരിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫോർക്ലിഫ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പാർട്സും അതേപോലെ അതിന്റെ ഫംഗ്ഷനും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് പാർട്സിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പോവാം. നമുക്ക് ഇനി പാർട്സിന്റെ എക്സ്പ്ലനേഷൻ കാര്യമൊക്കെ ആയിട്ട് പോവാം. സോ നമുക്ക് ഈ കാണുന്നതാണ് ഫോർക്ക്. നമുക്ക് ഈ ഫോർക്ക് ലിഫ്റ്റ് എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം ഈ ഫോർക്ക് കൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോർക്ക് ലിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നതിന്റെ കാരണം. സോ നമുക്കിപ്പോ ഈ വണ്ടിക്കകത്തുള്ളത് 2 ഫോർക്കാണ്, 1, 2. ചില വണ്ടിക്കകത്ത് 3 ഫോർക്കുള്ളത് വരുന്നുണ്ട്, ചിലതിനകത്ത് 4 ഫോർക്കുള്ളത് വരുന്നുണ്ട്. ഈ ഫോർക്കിന് എണ്ണം കൂടുന്നതോറും നമുക്ക് ലോഡ് എടുക്കാനുള്ള വെയിറ്റിന്റെ കപ്പാസിറ്റി കൂടുകയും ചെയ്യും. സോ അടുത്തതായിട്ട് ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ കാണുന്ന ഇതാണ് ലോഡ് ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത്. ഈ 2 പോർഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലോഡ് നമ്മുടെ ബാക്കിലോട്ട് മറിയില്ല. ചിലപ്പോൾ ഈ ഒരു പോർഷൻ ചെറിയ ലോഡൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, ചെറിയ കണ്ടെയ്നറും കാര്യവും അല്ലെങ്കിൽ വല്ലതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്താണ്, ചെറിയ പാക്കറ്റും കാര്യമൊക്കെ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഈ ഉള്ളിലോട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് തടയാനായിട്ടാണ് നമ്മൾ ഒരു ലോഡ് ബാക്ക് റെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. സോ അടുത്താണ് ഈ കാണുന്ന പോർഷൻ എന്ന് പറയുന്നത് ആണ് ക്യാരിയേജ്. ഈ ഒരു പോർഷൻ ഫുള്ള് ഈ ക്യാരേജിനകത്താണ് വരുന്നത് നമ്മുടെ ഈ ഒരു മാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ. ഈ മാസ്റ്റിലാണ് ഈ സിലിണ്ടറും അതേപോലെ ഈ ചെയിനും കാര്യം എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ സിലിണ്ടർ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വെയിറ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഈ സിലിണ്ടറിൽ ആണ്, ഈ ഒരു മാസ്റ്റിലാണ് ഈ സിലിണ്ടർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ സിലിണ്ടറിലാണ് നമ്മുടെ ഫോർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എന്താണ്, ഈ സിലിണ്ടർ പൊങ്ങുമ്പോൾ ഈ ഫോർക്കും അതേപോലെ തന്നെ പൊങ്ങും. അപ്പൊ എന്താണ്, നമുക്ക് ലോഡിനെ ലിഫ്റ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മുടെ ടിൽറ്റ് സിലിണ്ടർ. ഈ ടിൽറ്റ് സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ടിൽറ്റ് ചെയ്യാനായിട്ടാണ്. ലോഡ് ചെയ്യാൻ നമുക്ക് ഒന്ന് പിടിച്ച് നമ്മൾ ടിൽറ്റ് ചെയ്ത് നമുക്ക് ബാലൻസ് നിർത്തും. ലെവൽ ചെയ്ത് നിർത്തുന്നതിനേക്കാളും എത്രയോ വലുതിലും ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നിർത്തുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് കൂടുതലും ലോഡ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കൗണ്ടർ വെയിറ്റ്. ഫോർക്ലിഫ്റ്റിലെ ഏറ്റവും മെയിൻ ഘടകമാണ് കൗണ്ടർ വെയിറ്റ്. നമ്മൾ ലോഡ് എടുക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിന്റെ മെയിൻ ഘടകമാണ് കൗണ്ടർ വെയിറ്റ് എന്നുള്ളത്. കൗണ്ടർ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ലോഡ് എടുക്കുക, അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മറു ലോഡാണ് കൗണ്ടർ ലോഡ്. നമ്മളിപ്പം ഫ്രണ്ടിൽ ഫോർക്കിനകത്ത് നമ്മൾ ലോഡ് എടുക്കുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രണ്ടിലൊരു ബാക്കിലൊരു ലോഡ് നമ്മൾ കണക്ട് ചെയ്യും. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ലോഡ് നമ്മുടെ വണ്ടിയും സഹിതം ലോഡ് കയറുമ്പോഴത്തെ എന്താണ് ഫ്രണ്ടിലോട്ട് കുത്തും. അതിനെ ഒപ്പോസ് ചെയ്ത് ബാലൻസ് ചെയ്യുന്നതാണ് കൗണ്ടർ വെയിറ്റ്. ഇത് മെയിൻ ആയിട്ടും അയണിന്റെ കണ്ടന്റ് ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫോർക്ലിഫ്റ്റിന്റെ ടയേഴ്സ്. ഈ 2 ടൈപ്പ് ടയേഴ്സ് ആണ് ഫോർക്ലിഫ്റ്റ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ന്യൂമാറ്റിക് ടയേഴ്സ്, ഒന്ന് ക്വിഷൻ ടയേഴ്സ്. ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ബൈക്കിലേക്ക് യൂസ് ചെയ്യുന്ന കാറ്റടിച്ചിട്ട് ആ ടൈപ്പ് ടയറാണ് ന്യൂമാറ്റിക്. നമ്മുടെ ഇപ്പൊ ഈ കാണുന്നതൊക്കെ ക്വിഷൻ ടൈപ്പ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ടയേഴ്സ് ആയിരിക്കും. ഇത് നമ്മൾ എയർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കുറെ നാള് യൂസ് ചെയ്യാൻ സാധിക്കും.
പിന്നെ കൂടാതെ ഫോക്ലിഫ്റ്റിന്റെ ഒരു മെയിൻ പ്രത്യേകതയാണ് ബാക്കിയുള്ള വണ്ടികളെല്ലാം അപേക്ഷിച്ച് ഇതിന്റെ സ്റ്റിയറിംഗ് ബാക്ക് വീലാണ്, ഫ്രണ്ട് വീലല്ല. ബാക്ക് വീലിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വരുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ടേണിംഗ് റേഡിയസ് കുറവായിരിക്കും, നമുക്ക് പെട്ടെന്ന് തിരിക്കാനൊക്കെ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത് മെയിൻ ആയിട്ടും കമ്പനികൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം. കാര്യം കമ്പനിയുടെ സ്പേസ് കുറവാണ്, അവിടെ നമുക്കുണ്ട് വലിയ വലിയ എക്യുപ്മെന്റ്സ് നമുക്ക് തിരിക്കാൻ സാധിക്കും പെട്ടെന്ന് ഇല്ല. അപ്പൊ അതിന് നമുക്ക് ഫോക്ലിഫ്റ്റ് ആണ് ഏറ്റവും ബെറ്റർ. പെട്ടെന്ന് നമുക്ക് തിരിച്ച് നമുക്ക് എവിടെയാണ് സാധനം പ്ലേസ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അടുത്തയാണ് പറയാൻ പോകുന്നത്, നമുക്ക് ഫോക്ലിഫ്റ്റ് 2 തരം ടാങ്ക് ആവുന്നത്. ഇവിടെ ഒരെണ്ണം, അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഒരെണ്ണം കാണും. ഒരു സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹൈഡ്രോളിക് ടാങ്ക്. അവിടെയാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡും കാര്യമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് ഫ്യൂവലിന്റെ ടാങ്ക് വെക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാബിനെ പറ്റിയും കാര്യത്തെയും ഉള്ള എക്സ്പ്ലനേഷൻ കാര്യമൊക്കെയാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്ലിഫ്റ്റ് കയറുമ്പോൾ നമ്മൾ കയറുന്നതിന് ഒരു ഘടകമുണ്ട്, ഒരു 3 പോയിന്റ് കോൺടാക്ട് എന്ന് പറയും. ഫസ്റ്റ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ ബാർ, അതേപോലെ റൈറ്റ് ഹാൻഡിൽ ബാർ, അതേപോലെ ഫുൾ സ്റ്റെപ്പ്. ഇത് ചവിട്ടി മാത്രമേ നമ്മൾ ക്യാബിനകത്തോട്ട് നമ്മൾ കയറത്തുള്ളൂ. സോ അതിന് മുമ്പായിട്ട് ക്യാബിന് കയറുന്നതിന് മുമ്പായിട്ട് ക്യാബിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാണുന്നില്ലേ, ഈ കാണുന്ന ഒരു പോർഷൻ, ഇതിനാണ് ഓവർഹെഡ് ഗാർഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോ ലോഡ്, ഹെവി ലോഡും കാര്യമൊക്കെ, ഹൈറ്റ് ലോഡും കാര്യമൊക്കെ പൊക്കുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഗാർഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഓപ്പറേറ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗാർഡാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സീറ്റും കാര്യമൊക്കെ, നമ്മൾ ഇരിക്കുന്ന ഭാഗം എല്ലാം പക്ക കംഫോർട്ടബിൾ ആയിരിക്കും. നമുക്ക് കറക്റ്റ് വ്യൂവും കാര്യവും എല്ലാം പക്ക ആയിട്ടായിരിക്കും നമുക്ക് ഫോക്ലിഫ്റ്റ് കാര്യം കിട്ടുന്നത്. ഇപ്പം ഫോക്ലിഫ്റ്റിൽ നമുക്ക് നിറയെ ലിവേഴ്സും കാര്യമൊക്കെ കാണാം അല്ലേ. അപ്പോ ഈ ലിവേഴ്സ് എന്തൊക്കെയാണ് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇല്ല. നമുക്ക് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും, എന്തിനുള്ളതാണ് അല്ലെ. ആദ്യമേ നമുക്ക് ലിവേഴ്സിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. ആദ്യം കാണുന്ന ലിവറാണ് നമ്മുടെ ഫോർവേഡും ബാക്ക്വേഡും, മുമ്പോട്ടും പുറമ്പോട്ടും പോകാൻ യൂസ് ചെയ്യുന്ന ലിവർ. ഈ കാണുന്നതാണ് ഹൈ ആൻഡ് ലോ ലിവർ. പിന്നെ ഈ കാണുന്നതാണ് ലിഫ്റ്റിങ്ങും, അത് തന്നെ നമുക്ക് ഫോർക്ക് ലിഫ്റ്റ് ചെയ്യാനും അതേപോലെ താക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന ലിവർ ഈ കാണുന്നതാണ്. അടുത്ത ഈ കാണുന്ന ആദ്യം പറഞ്ഞ ടിൽറ്റ് ഔട്ടും ടിൽറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രണ്ടിലോട്ട് പൊക്കാനും അതേപോലെ തയ്ക്കാനും യൂസ് ചെയ്യുന്ന ലിവറാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഈ കാണുന്നതാണ് സ്റ്റിയറിംഗ്. ഈ സ്റ്റിയറിംഗിന്റെ കണക്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ റിയർ വീലിലാണ് കൊടുത്തിരിക്കുന്നത്, വെച്ചാൽ ബാക്ക് വീലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ബാക്ക് വീലാണ് അത് വരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വീലിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ട് വീല് നമ്മുടെ ബാക്ക് വീല് സ്റ്റിയറിംഗ് കൊടുത്ത് ഫ്രണ്ട് വീല് അത് ഡ്രിവൺ ആണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ലോഡ് നമ്മൾ പൊക്കുമ്പോൾ ആദ്യം ആക്ട് ചെയ്യുന്നത് എവിടെ ആയിരിക്കും, ഫ്രണ്ട് വീലായിരിക്കും. അതുകൊണ്ടാണ് ഫ്രണ്ട് വീലില് കുറച്ചും കൂടെ വലിപ്പം കൂടുതലും ബാക്ക് വീലിനെക്കാട്ടും. ബാക്ക് വീലിന് വലിപ്പം കുറവാണ്, ഫ്രണ്ട് വീലിന് നല്ല വലിപ്പമുണ്ട്. അതേപോലെ തന്നെ അതിന്റെ കപ്പാസിറ്റിയും കൂടെ നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്ന എവിടെ ആയിരിക്കും, ഫ്രണ്ട് വീലിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫോക്ലിഫ്റ്റിനെ പറ്റി ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ള പാർട്സിന്റെ ഒക്കെ എക്സ്പ്ലനേഷൻ. സോ താങ്ക് യു ഗൈസ്. അതേപോലെ ഒന്നും കൂടെ മെൻഷൻ ചെയ്യുവാണ്, ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇതേപോലെ ക്രെയിന്റെ ആയാലും JCBയുടെ ആയാലും അതേപോലെ തന്നെ പല പല ഹെവി എക്യുപ്മെന്റ്സിന്റെ ആയാലും ഇതുപോലെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും അതേപോലെ തന്നെ ആ കാര്യത്തെ പറ്റി ഓപ്പറേഷനും അറിയാനും സാധിക്കും. സോ താങ്ക് യു ഗൈസ്. സീ യു ടുമോറോ.